പോലും ഹേർട്ട് ആവരുത് എന്നുള്ള അങ്ങേറ്റം സത്യസന്ധമായ സ്നേഹത്തിന്റെ ഭാഗമായിട്ടാണ് ഞാൻ കോ പാനലിസ്റ്റ് അല്ലെങ്കിൽ അങ്ങ് എന്ന് ഞാൻ വിളിക്കാറുള്ളത്. അങ്ങനെ ഹേർട്ട് ആവാതിരിക്കാനാണോ ചിലപ്പോഴൊക്കെ നമ്മൾ ചാനൽ ചർച്ചയൊക്കെ ഇങ്ങനെ ചൂട് പിടിക്കുമ്പോൾ ബഹുമാനപ്പെട്ട സഹപാനലിസ്റ്റ് തോന്നിവാസം പറയരുത് ഈ ഒരു മൂഡിലേക്ക് ആ കാര്യങ്ങൾ പോകുന്നത്? ഞാനങ്ങനെ തോന്നിയാസം പറയരുതെന്ന് പറഞ്ഞിട്ടുള്ള ഞാൻ പരമാവധി ഇങ്ങനെ വാക്പ്രയോഗങ്ങളൊക്കെ പരമാവധി ശ്രദ്ധിക്കാൻ ശ്രമിക്കാറുണ്ട്. പക്ഷെ പോയിട്ടുണ്ട്, കയ്യിന്ന് പോയിട്ടുണ്ട്. കാര്യങ്ങൾ സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? കയ്യിന്ന് പോയിട്ടല്ല, അങ്ങനെ പോയൊരെണ്ണമാണ് ഈ പൊളിറ്റിക്കലി തന്ത എന്നൊരു വേർഡ്. ഈശ്വര, ഓരോന്നോരോന്നെ പുറത്തേക്ക് വന്നോണ്ടിരിക്കുകയാണല്ലോ. അല്ല, അത് അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. അതായത് എനിക്ക് തോന്നുന്നു കാണിച്ചു കൊടുത്തേനെ ഞാൻ. ചർച്ചകളിലേക്ക് വന്നപ്പോ നമ്മൾ നേരത്തെ ഭാഷേന്റെ കാര്യം പറഞ്ഞിട്ടാണ് തുടങ്ങിയത്. അപ്പം ആനയെ കുറിച്ച് പറയുമ്പോൾ ചേനയെ കുറിച്ച് പറയുന്ന ഒരാളാണ് ജയിക്കുന്നുള്ളൊരു പൊതുവെ ഒരു വിമർശനം. അതൊക്കെ ഈ പി ശശിയുടെ നാടൻ ശൈലിയല്ലോ. ഒറ്റ വാക്കിൽ പറയേണ്ട കാര്യം ഈ 5 വാചകങ്ങളിലേക്ക് വലിച്ചു നീട്ടുന്നത് CPM-മാരുടെ പൊതുവെ ഉള്ളൊരു ശൈലിയാണോ? അത് വലിച്ചു നീട്ടലായിട്ട് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ ശരിയാണ്. ഞാനത് ഞാനൊരു കാര്യം ചോദിച്ചാൽ സത്യം പറയുമോ? ജയിക്കിന്റെ സംസാരം അല്ലെങ്കിൽ പ്രസംഗങ്ങൾ അതൊക്കെ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് കാണാൻ കഴിയുന്നൊരു ഒറ്റ വാക്കിൽ ഇത് പറഞ്ഞ് വളരെ സിമ്പിളായിട്ട് പറഞ്ഞ് അവസാനിപ്പിക്കേണ്ട കാര്യം ഈ 5 വാചകങ്ങളിൽ എന്തിനാണ് ജയിക്ക് ഇങ്ങനെ വലിച്ചു നീട്ടുന്നത്? കുറച്ചുകൂടെ മാന്യതയോടെ സംസാരിക്കണം. ഞാനൊരു സെലിബ്രിറ്റിയാണ്, അത് ഓർമ്മ വേണം. വാക്കുകൾ കൊണ്ട് അമ്മാനമാടി വളർന്നവനാണ് ഈ പിണ്ടിമന പോൾരാജ്. ഒരു സംശയമില്ല. പുതുപ്പള്ളിയിലേക്ക് ഇറക്കിയൊരു നേർച്ചക്കോഴിയാണ് ജയിക്കുന്നുള്ള ചില കമന്റുകളുണ്ട്. അപ്പൊ അതിനോട് എന്തായിരിക്കും ഒരു അഭിപ്രായം? ഇപ്പോ ഇത് പറഞ്ഞ പോലെയാണ്. ഞാൻ എന്തെങ്കിലും ഒരു അഭിപ്രായം പറഞ്ഞാൽ ഈ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പാവം കുട്ടിക്ക് എങ്ങനെയാണ് ഇത്രയധികം കേസുകൾ വന്നിട്ടുള്ളത്? കേസുകൾ ഇപ്പൊ മഹാത്മാഗാന്ധിക്ക് കേസ് ഉണ്ടായിരുന്നില്ലേ? മഹാത്മാഗാന്ധി കോളേജ് അടിച്ചു പൊട്ടിച്ച കേസിലല്ല പോയത്. ഇപ്പോഴല്ല നിന്റെ മുഖം വവ്വാല് ചപ്പിയ പോലെ എവിനായത്. ഒരു വിഷാരി, തനിക്ക് വിഷം ഊതി ഇറക്കാനേ അറിയാവൂ, തുപ്പാൻ അറിയില്ല. ഞാൻ കോളേജ് അടിച്ചു പൊട്ടിച്ചു എന്നുള്ളൊരു അവകാശവാദം, അങ്ങനെ ഒരു കാര്യം എന്നോട് അങ്ങനെ ഇതുവരെ ആരും ഉന്നയിച്ചിട്ടില്ല. ഞാൻ വളരെ രഹസ്യമായിട്ട് വെച്ചിരുന്ന കാര്യം നിന്നോട് ആരും പറഞ്ഞു? കണ്ണിൽ കണ്ട സത്യം ടാർസൂസ് എവിടെയും പറയും. സമരത്തിൽ സംഘർഷം ഉണ്ടായിരുന്നില്ലേ? ഒരു വധശ്രമത്തിന് കേസ് ഉണ്ടായിരുന്നില്ലേ? ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. വധശ്രമത്തിന് 1-2 കേസ് ഉണ്ടായിരുന്നു. അതൊക്കെ സ്വാഭാവികമായിട്ട് എടുത്തപ്പെടും. കാരണം ഞാൻ കണ്ടതില് ഒരു മാർച്ചിന് നേരെ കല്ലെറിഞ്ഞ ഒരു കേസില് അതൊക്കെ CID മൂസയുടെ സംഭവ ബഹുലമായ കുറ്റാന്വേഷണ ജീവിതത്തിലെ കൊച്ചു കൊച്ചു നാഴികക്കല്ലുകൾ മാത്രം. ഇതൊക്കെ ചെറിയ കൊല, വലിയ കൊല ഇനി കാണാൻ കിടക്കുന്നല്ലേ ഉള്ളൂ. വീണ്ടും സന്ധിക്കവരേക്കും